ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയിൽ നിന്നും പ്രണവിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഗൗതം കണ്ടെത്തിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ പ്രണവിനെ ബോംബെയിലോട്ട് പറഞ്ഞേക്കുക എന്ന തീരുമാനം അങ്ങനെ എടുത്തിരിക്കുന്നു കേട്ടോ. ഇതേ സമയം വസുന്ധര ഒരുപാട് അവിടെ ഇടപെട്ട് നോക്കും. പ്രണവ് അവൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, നീയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നീയാണ് പോകേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും ഗൗതം പറയണേ, അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും അമ്മ പഠിക്കുന്നത്, ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചത്, അതുകൊണ്ട് പ്രണവ് പോട്ടെ എന്ന് പറയുമ്പോൾ പ്രണവ് എടുത്തിട്ടതുപോലെ മറുപടിയൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഈ സമയം പ്രണവിൻ്റെ ആ മറുപടിയൊക്കെ കേൾക്കുമ്പോൾ ഗൗതം എന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും തൻ്റെ പരിധിക്ക് തന്നെ പ്രണവ് വരികയാണ് കേട്ടോ. അങ്ങനെ പ്രണവ് പോകാമെന്ന് തീരുമാനമെടുക്കുകയാണ്. പിന്നീട് പ്രണവ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം വസുന്ധരയ്ക്കാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടുകയാണ്, എന്താണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. പ്രണവ് ശിവാനിയിൽ നിന്ന് ഒരിക്കലും വേറിടില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇവരുടെ തന്ത്രം പ്രണവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ചിന്തിക്കുകയാണ്. അങ്ങനെ വസുന്ധരയുടെ കൈ വിട്ടുപോയി. എന്നാൽ ഈ സമയം പ്രണവാണെങ്കിലോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. യാത്ര തുടരുന്ന സമയത്ത് പ്രണവിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവാണ്. ഈശ്വര, ഇവിടെ ഇപ്പോൾ എൻ്റെ അമ്മ എനിക്ക് മുന്നിൽ കരഞ്ഞത്, ശിവാനിയെ പോലെ ഒരു വൃത്തികെട്ടവളെ നീ കല്യാണം കഴിച്ച നിൻ്റെ ജീവിതം പിന്നീട് പറയാനില്ലടാ ഗോവിന്ദയായിരിക്കും, അതുകൊണ്ട് നീ ഇതിന് മുതിരില്ലേ എന്നൊക്കെ പലതവണ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ അലട്ടുകയാണ് കേട്ടോ. ഇതേസമയം ഗൗതമ, നിധി അവരുടെയൊക്കെ ശിവാനിയെക്കുറിച്ച് കുറ്റം പറയുന്ന കേട്ടോ. പിന്നീട് ശിവാനി പറയുന്നത്, ഞാൻ ആ വീട്ടിലോട്ട് ഒരിക്കലും കയറി വരുന്നത് നിധിക്ക് ഇഷ്ടപ്പെടില്ല, നിധി അങ്ങനെയാണല്ലോ, നിധിക്ക് എന്നെ ഇഷ്ടമല്ല, ഞാനൊരു തെറ്റ് ചെയ്തു, പക്ഷേ അതൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്കിപ്പോൾ നന്നാവുമ്പോഴും എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെ പ്രണവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സങ്കടമാവാണ്. ശിവാനിയുടെ ആ വാക്കുകൾ, പാവം ശിവാനി, എത്ര നേരമാവാൻ ശ്രമിച്ചാൽ അവളുടെ മനസ്സ് കാണാൻ ആർക്കും ഇഷ്ടമില്ലല്ലോ. എന്തായാലും ഈ പറയുന്ന ശിവാനി തന്നെ മതി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഡ്രൈവർ വണ്ടി നിർത്തുമെന്ന് പറയട്ടെ. അപ്പോൾ അയാൾ പറയാം, എന്തിനാ നിർത്തുന്നത്, എയർപോർട്ട് എത്തിയിട്ടില്ല എന്ന് പറയണേ. ഇത് കേട്ട ഉടൻ തന്നെ തന്നോട് നിർത്താൻ പറഞ്ഞാൽ താനങ്ങ് നിർത്തിയാൽ മതി, ഇങ്ങോട്ടേക്ക് ചോദ്യവും പറച്ചിലും വേണ്ട എന്നിങ്ങനെ പ്രണവ് പറയണേട്ടാ. അങ്ങനെ ഡ്രൈവർ ഇങ്ങനെ നിർത്തുകയാണ്. പിന്നീട് പ്രണവ് ദേഷ്യത്തോട് കൂടി വണ്ടിയിൽ നിന്ന് തൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, സാർ ഇത് പറഞ്ഞില്ലേ ഇങ്ങോട്ട് എയർപോർട്ട് എത്തിയില്ലാന്ന്, എയർപോർട്ട് എത്തിയോ ഇല്ലേന്ന് എനിക്ക് കണ്ടുണ്ട് കാണാൻ, തനിക്ക് എത്ര ചാർജ് ഇതുവരെ ഓടിയതിന്. അപ്പോൾ ഉടൻ തന്നെ, സാർ എന്നോട് ഗൗതം സാർ പറഞ്ഞ ആ ഉത്തരവാദിത്തം എനിക്ക് ചെയ്യണ്ടേ, എന്നോട് ഗൗതം സാർ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് നീ അങ്ങ് കേട്ടാൽ മതി. എന്താ സാർ? അതെ, ഇതുവരെയുള്ള ആ ചാർജ് പറയൂ എന്ന് പറയുമ്പോൾ ഇത്ര രൂപ എന്ന് പറയാണ്. ഇത് കേട്ട ഉടൻ തന്നെ അയാൾ പറയുന്നുണ്ട്, സാറിനെ എയർപോർട്ടിൽ വേണ്ടേ, തന്നോട് ഞാൻ പറഞ്ഞു തൻ്റെ പൈസ വാങ്ങി താൻ പോവുക എന്നുള്ളത്. അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല, അയാൾക്ക് പൈസ കൊടുക്കുകയാണ്. പ്രണവ് ഈ ടാക്സി തിരിച്ചു വിടുകയാണ്. പിന്നീട് പ്രണവ്, ഞാനൊരു കടുത്ത തീരുമാനം എടുക്കണം, അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ പ്രണവ് ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ പ്രണവ് ഇതിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു. ഇതേ സമയം ഗൗതമും നിധിയും വളരെ സന്തോഷത്തിലാവുകയാണ്. കാരണം ഗൗതം പറയണം, എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയായിരിക്കുന്നു. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നിധി പറയണം, ഉഗ്രൻ തന്നെ, അടിപൊളി, പ്രണവിനെ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ നിധി പറയുമ്പോൾ, അതാണ് എൻ്റെ ബുദ്ധി. എന്തായാലും അവനിങ്ങ് ഇപ്പോൾ വരും, അവനിങ്ങ് വരുമ്പോഴേക്കും നിങ്ങളൊരു പെണ്ണിനെ കണ്ടെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ നിധി പറയണം, ശരിയാണ്, പെട്ടെന്ന് പെണ്ണിനെ കണ്ടെക്കണം, അവൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറയാണ്. എന്തായാലും അവനിപ്പോൾ ബോംബെയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അവനെ കുറച്ച് ദിവസം വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു വിടും, അത് എൻ്റെയും കൂടി ആവശ്യമാണ്, കാരണം നല്ലൊരു പെൺകുട്ടിയെ കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ. ആഹാ, ഇതിനിടയ്ക്ക് ഇപ്പോൾ അതും ഉണ്ടായോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതുണ്ടായിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് നീയും അമ്മയും കൂടി പോയിട്ട് ആ പെണ്ണിനെ ചെന്ന് കാണ്, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രണവിനോട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രണവിനെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് വിടാം. അതിനുശേഷം ശിവാനി എന്ന മാരണത്തെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, പ്രണവ് സ്നേഹിക്കുകയാണെന്ന് പറയുമ്പോൾ അകലെയാണെങ്കിലും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അടിമുടി കയറി വരികയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിലോട്ട് വരാൻ പാടില്ല, എൻ്റെ പ്രണവിനെ അവളുടെ വലയിൽ നിന്നും രക്ഷിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ, കൊള്ളാലോ ഏട്ടൻ്റെ ബുദ്ധി എന്ന് നിധി പറയുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും പ്രണവിൻ്റെ വിവാഹമൊക്കെ ഇപ്പോൾ കഴിയും. എന്തായാലും ശിവാനി ഒന്നല്ല, അവൻ്റെ വിവാഹം കഴിഞ്ഞ് ആ പെൺകുട്ടിയുമായി അവനങ്ങ് യോജിക്കും. പിന്നീട് കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ ചടുപിടുന്നനെ കുട്ടികളുണ്ടാവും. എന്നാൽ ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിച്ച ഫോട്ടോക്ക് അനുസരിച്ച് എനിക്ക് പറഞ്ഞ 3 കുട്ടികളെ നീ എനിക്ക് തന്നില്ലല്ലോ എൻ്റെ ഗൗതമേ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഗൗതം സാർ, എന്താ നടക്കുക, നീ ഒന്ന് മനസ്സ് വെച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് സാരിയിൽ അങ്ങ് പിടിക്കുമ്പോൾ, ദേ നിർത്തിയേ, നിങ്ങൾ പറയുന്നത് പോലെ 3 കുട്ടികൾക്കൊക്കെ
ജന്മം നൽകുക എന്ന് പറയുന്നത് അത് കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ചടുവിടുന്നതിനൊന്നും നടക്കില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വിഷമം. എന്ത് ബുദ്ധിമുട്ട്? നീ ഒന്ന് മനസ്സ് വെച്ചാൽ കുഞ്ഞുങ്ങളാവും, പിന്നീട് പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നോക്കിയാൽ പോരെ. എൻ്റെ ആഗ്രഹം നീ നിറവേറ്റണ്ടേ? അപ്പോൾ ഇത് ഒരുപാട് യാതനയും വേദനയൊക്കെ സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക. അതൊന്നും അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. സ്നേഹത്തോടു കൂടി ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പെണ്ണിന് അതിപ്പോൾ ഒരു യാതനയോ ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയും. ശരി, എന്നാൽ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, അത് അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാനുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം നീ എന്നെ നിരാശപ്പെടുത്തുകയാണോ എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ, ഇല്ല നിരാശപ്പെടുത്തില്ല, നിങ്ങൾ 3 കുട്ടിയാണ് പറഞ്ഞെങ്കിൽ ഞാനൊരു 10 കുട്ടികളെ പ്രസവിച്ച് തരാം, കാര്യം അങ്ങ് ശരിയായില്ല. അത് കേൾക്കുന്നതിനോട് കൂടി ഞെട്ടിപ്പോഴേട്ടോ, നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നിധിയെ കെട്ടിപ്പിടിച്ച് അവരുടെ ആ ഒരു റൊമാൻസ് തുടരുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് പ്രണവ് തൻ്റെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് വിളിക്കുകയാണ് ഇങ്ങനെ ശിവാനിക്ക്. അപ്പോൾ ശിവാനിയെ ആണെങ്കിലും അശോകൻ റൂമിൽ പൂട്ടിയിട്ടിരിക്കല്ലേ. അപ്പോൾ തൻ്റെ ഫോൺ അടിക്കുന്നത് കേൾക്കുമ്പോൾ ശിവാനി ഇങ്ങനെ കൂറ തിരിയുന്നത് പോലെ ആ റൂമിൽ കിടന്ന് തിരിയാണ്. തൻ്റെ ഫോണിലോട്ട് ആരോ ഈശ്വര വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ തിരിയുമ്പോൾ ഉടൻ തന്നെ ആരും തന്നെ ആ ഫോൺ എടുക്കുന്നില്ല. വിളിച്ചതിന് മുകളിലൂടെ പ്രണവ് ഇങ്ങനെ വിളിക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് ശിവാനി ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ഫോണിൽ ആരാ വിളിക്കുന്നത് എന്ന് നോക്ക്, എൻ്റെ ഫോണിൽ ആരാ വിളിക്കുന്നതെന്ന് നോക്ക്, അമ്മയോടല്ലേ പറയുന്നത് എൻ്റെ ഫോണിൽ ആരാ വിളിക്കുന്നത് എന്നിങ്ങനെ ഉറക്കെ ശിവാനി വിളിച്ച് പറയുമ്പോൾ അശോകൻ വന്ന് ഫോൺ എടുക്കണം കേട്ടോ. അങ്ങനെ അശോകൻ ഹലോ എന്ന് ചോദിക്കുമ്പോൾ, അങ്കിൾ ഇത് ഞാനാണ് പ്രണവ് എന്ന് പറയണ്ട. അപ്പോൾ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പ്രണവാണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അശോകൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറണം കേട്ടോ. ഈ സമയം നീയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ശിവാനി ഡോറിൽ ഇങ്ങനെ ചെവി വെച്ച് കേൾക്കണം, ഈശ്വര പ്രണവ് വിളിച്ചിരിക്കുന്നു, അച്ഛനെ ഇനി എന്തൊക്കെയാണോ പറയുക എന്നൊക്കെ ഇങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. ഇതേസമയം പ്രണവ് പറയണേ, അങ്കിൾ ഇത് ഞാനാണ്, പ്രണവാണ്, എനിക്ക് ശിവാനിയെ കിട്ടണം. തന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞ് എൻ്റെ മകളെ തനിക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ വീട്ടുകാർ വെറുക്കപ്പെടുന്ന ആ വീട്ടിലോട്ട് എനിക്ക് എൻ്റെ മകളെ പറഞ്ഞു വിട്ട് സമാധാനം കെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞ് അവളുമായുള്ള ബന്ധം നീ വേണ്ടെന്ന് വെക്കുകയാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. എൻ്റെ മകളെ ആർക്ക് കെട്ടിക്കണം ആർക്ക് കെട്ടിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നീയല്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രണവ് പറയണേ, അങ്കിൾ പ്ലീസ് എല്ലാവരും കൂടി അങ്ങളുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. അങ്കിൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എല്ലാവരും കൂടി എൻ്റെ മനസ്സ് മാറ്റേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് എൻ്റേതായ ഒരു നിലപാടുണ്ട്, ആ നിലപാടിനനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിങ്ങനെ ചടുപിടുങ്ങനെ പ്രണവിനോട് അശോകൻ പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുമ്പോൾ, അച്ഛാ ഞാനൊന്ന് സംസാരിക്കട്ടെ പ്രണവിനോട്, അച്ഛൻ എൻ്റെ വാക്കുകൾക്കൊരു വില കൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴും അശോകൻ ഫോൺ കൊടുക്കില്ല കേട്ടോ. അങ്ങനെ ഈ സമയം അയ്യോ ഈശ്വര, ഈ അച്ഛൻ എൻ്റെ പ്രണവ് എന്നിൽ നിന്ന് അകത്തൊന്നും ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആകെ നെട്ടോട്ട് മോഡാണ് ഈ പറയുന്ന ശിവാനി. അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ രേണുക അങ്ങോട്ടേക്ക് ഓടി വരണം. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്മയെ പ്രണവ് വിളിച്ചിരിക്കുന്നു, ആ ഫോണെന്ന് എനിക്ക് തരുമോ, ഞാൻ പ്രണവുമായി ഒന്ന് സംസാരിക്കട്ടെ. നിങ്ങളുടെ മോളെ ഇങ്ങനെ പൂട്ടിയിടാതെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് നിങ്ങൾ എന്തിനാ തടസ്സമാകുന്നത്, നിങ്ങളൊന്ന് തുറന്നു വിടുക എന്ന് പറയുമ്പോൾ, മിണ്ടരുത് നീ, നിൻ്റെ മകളെ പൂട്ടിയിട്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിടുക ചെയ്യുക, അതിനുള്ള അവസരം നീ ഉണ്ടാക്കണ്ട, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിന്നോ, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹമേ വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് പ്രണവാണെങ്കിലും ചിരിച്ചും കൊണ്ട് നിൽക്കുന്ന എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന നിധി, അവർ തന്നെയാണ് അവരുടെ അമ്മാവനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കടുത്ത തീരുമാനത്തിലോട്ട് പോകുന്നു എന്നിങ്ങനെ പ്രണവ് പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.